ഹായ്, ഞാൻ ക്രിസ്തുദാസ്, മാനേജിംഗ് ഡയറക്ടർ ഡിആർടെക് ഹോംസ്, തിരുവനന്തപുരം. ഞാൻ സംസാരിക്കുന്നത് 3 സെന്റിന് താഴെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പ്ലോട്ടുകളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്കൊരു കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 3 സെന്റിൽ അല്ലെങ്കിൽ അതിന് താഴേക്കുള്ള പ്ലോട്ടുകളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതൊരു മിനിമലിസ്റ്റിക് സ്റ്റൈലിലായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് പോരുന്നത്. അറിയാലോ, 3 സെന്റ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ അതിനകത്ത് വാരി വലിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം 3 സെന്റിനകത്ത് നമുക്ക് ചെയ്യാവുന്നത് പരമാവധി 3 BHK ഹൗസ് ആണ് ഏറ്റവും ബെറ്റർ. അതിനുള്ളിൽ 2 BHK ആണെങ്കിൽ കുറെ കൂടി നല്ലതായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് കിട്ടും. കിച്ചണിലാണെങ്കിലും അതുപോലെ തന്നെ ഡ്രോയിങ്, ഡൈനിങ് അങ്ങനെയുള്ള സ്പേസുകളിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നത് ഏറ്റവും നല്ലത് 3 BHK പകരം 2 BHK ആണ് ഏറ്റവും നല്ലത്. 3 സെന്റിന് താഴെയുള്ള പ്ലോട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇൻ കേസ് നമുക്കിപ്പോ നമ്മുടെ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ കസ്റ്റമറുടെ റിക്വയർമെന്റ് 3 BHK തന്നെ വേണം, അങ്ങനെയാണെങ്കിൽ 2 BHK 2 ബെഡ്റൂം വിത്ത് ടോയ്ലറ്റ് അപ്പർ കൊടുക്കുകയും 2 ബെഡ്റൂം മുകളിലത്തെ ഭാഗത്ത് കൊടുക്കുകയും ഫസ്റ്റ് ഫ്ലോറിൽ കൊടുക്കുകയും ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂം മാത്രം കൊടുക്കുകയും ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ ഒരു ഓപ്പൺ കോൺസെപ്റ്റ്, നമ്മുടെ കോൺസെപ്റ്റ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുക. റൂംസ് ആണെങ്കിലും ബെഡ്റൂം മാത്രം ക്ലോസ്ഡ് സർക്യൂട്ടിൽ നിർത്തിയിട്ട് ബാക്കി വരുന്ന ഡൈനിങ്, ഡ്രോയിങ്, കിച്ചൺ ഇതൊക്കെ നമ്മളൊരു ഓപ്പൺ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ പരമാവധി കസ്റ്റമർക്ക് നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ വരുന്ന മറ്റൊരു കാര്യം തന്നെ, നമുക്ക് വേണമെങ്കിൽ ഈ വാൾസ് എല്ലാം വന്നിട്ട് ഒരു 4 ഇഞ്ചിന്റെ അല്ലെങ്കിൽ ചെറിയ വാൾസ്, തിക്നെസ് കുറഞ്ഞ വാൾസ് ആക്കാം. അതിന് പകരം നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ സ്പേസ്, കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു റൂംസ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ലിൻഡൽ സ്പേസിലൊക്കെ വരുന്നത് ലിൻഡലിന് പകരം ബീം കൊടുത്തു കഴിഞ്ഞാൽ അതിനടിയിലുള്ള സ്പേസിൽ 4 ഇഞ്ചിന്റെ വാളുകൾ കൊടുത്താൽ മതി, ചെറിയ വാൾ കൊടുത്താൽ മതി. അപ്പൊ ശരിക്കും നമുക്കൊരു നോർമൽ വാളിനേക്കാളും ചെറിയ തിക്നെസ് കുറഞ്ഞ വാളൊക്കെ ആകുമ്പോൾ അവിടെ ഒരു 20 സെന്റിമീറ്ററുള്ള സ്പേസും കൂടി നമുക്ക് ഇൻസൈഡ് കിട്ടുന്ന ആ ഒരു റിക്വയർമെന്റ് കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് ഓരോ റൂംസും അറേഞ്ച്മെന്റ്സിന് നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങള് ഈ ഇടയ്ക്ക് ഈ തിരുവനന്തപുരത്ത് തന്നെ ആനേറ എന്ന സ്ഥലത്തിനടുത്ത് ഒരു 3 സെന്റില് ഒരു ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ഞങ്ങള് ഒരു മോഡലായിട്ട് ഈ വീഡിയോടൊപ്പം നൽകുന്നുണ്ട്. ആ മോഡൽ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഐഡിയാസ് കിട്ടും. അത് ഓരോ റൂംസും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെന്ററിൽ വന്ന് ഞങ്ങൾ കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ്ങും വരുന്ന ആ ഓപ്പൺ സ്പേസ്, അതുപോലെ തന്നെ ഡ്രോയിങ്ങും ഡൈനിങ്ങും വരുന്ന ഓപ്പൺ സ്പേസ്, അത് മുഴുവൻ ഒരു വലിയ ഹോളായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോൾ പോലെ നമുക്ക് സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെഡ്റൂം കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ്. ഒരു ഫോയർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സിറ്റ് ഔട്ടിൽ കയറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിന്നും അടുത്ത് ഹാളിലേക്ക് കയറുന്നതിന്, ഡ്രോയിങ്ങിലേക്ക് കയറുന്നതിന് പകരം ഒരു ചെറിയൊരു ഫോയർ ടൈപ്പ് കൊടുത്തിട്ട് ആ ഫോയറിൽ നിന്ന് പിന്നെ ഈ ഹാളിലേക്ക്, ഡ്രോയിങ്ങിലേക്ക്, ഡൈനിങ്ങിലേക്ക്, കിച്ചണിലേക്ക് കയറുന്ന ഒരു ഓപ്ഷനാണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് സിറ്റ് ഔട്ടിൽ നിന്നും ആ റൂമിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ കാണാൻ പറ്റും. ഇതൊരു 3 സെന്റ് ആണ് ഈ പ്ലോട്ട് അല്ല എന്നൊരു ബുദ്ധിമുട്ട്, 3 സെന്റിന്റെ ഒരു സ്പീഷ്യസ് കുറവ് നമുക്കിവിടെ അനുഭവപ്പെടത്തില്ല. നീറ്റായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പിലുള്ള പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. DRTech Homes Private Limited, Trivandrum, an archway to future.